നല്ലൊരു ഫിലിമായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു മൂവി തന്നെയായിരുന്നു. ഒരു തെലുങ്കൂട എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു അടിയിടി പടം എന്നൊക്കെ ആയിരിക്കും ഫസ്റ്റ് മൈൻഡ് വരുന്നത്. അങ്ങനെയല്ല, പക്ക ഒരു സർവൈവൽ ജേർണി ഉള്ളൊരു ഫിലിമാണ്. അതിന്റെ മേക്കിംഗ് വൈസ് അങ്ങനെ തന്നെയാണ്, ചെറിയ സ്റ്റോറി വൈസ് അങ്ങനെ തന്നെയാണ്. ഒരു 3 കാലഘട്ടം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇത് 3 സ്റ്റോറിയാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, വേറൊരു പക്ക ഒരു ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ് ചെയ്യണോ അങ്ങനെയാണ് അത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ്, OTT വരാൻ വേണ്ടി വെറുതെ കാത്തിരുന്നതാകാം. അങ്ങനെയാണ് ഇതിൽ ശരി. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ട്രാക്കിന് മാർക്കുണ്ട്. തെലുങ്ക് പടങ്ങളായാലും ശരി, തമിഴായാലും ശരി, മലയാളമായാലും ശരി, ഏറ്റവും ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വേണം സിനിമകളാകും, ഇങ്ങനെ വേണം മേക്ക് ചെയ്യാൻ. ഓക്കെ ചേച്ചി, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? പടം നന്നായിട്ടുണ്ട്. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് മലയാളം കണ്ടിട്ട് വേറൊരു സിനിമ അടിപൊളിയുണ്ട്. ഒരു ഫാമിലി മൂവിയാണോ അതോ ഒരു ട്രാവലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്? മൊത്തത്തിൽ രസമുണ്ട്. ആർട്ടിസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? സർവൈവലിന്റെ അതിന്റെ സ്കിൽസ് അതെങ്ങനെ ഓവർകം ചെയ്യുന്നു. ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് VFX ഒക്കെ ഉണ്ടോ? ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമാണ്. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ത്രില്ലുണ്ട്. കുറച്ച് നമുക്ക് ചെറിയ സമയങ്ങളിൽ ലാഗോലെ നമുക്ക് എന്റർടൈൻമെന്റ് ആണ്. നല്ല അഭിനയിച്ച ആളുകളുടെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. VFX ഉണ്ടോ? ആ VFX നല്ലതാണ്, എൻഗേജിങ് ആണ്. ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ത്രില്ല് കിട്ടിയിരുന്നു. തെലുങ്ക് കൂടെ ആണല്ലോ, അതിനനുസരിച്ചുള്ള പ്രൊമോഷൻസ് ഉണ്ടാവുള്ളൂ. പ്രതീക്ഷ നല്ല നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെടാ. എന്താ ഇഷ്ടപ്പെട്ടെ? അടിപൊളിയായിട്ടുണ്ട്. ശരി, എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പെർഫോമൻസ് എങ്ങനെയുണ്ട് മൊത്തത്തില്? ഒരു ഫാമിലി മൂവിയാണോ അതോ ട്രാവലിംഗ് ആയിട്ടുള്ള? ക്ലൈമാക്സ് ആകുമ്പോൾ നമുക്ക് കണക്ട് ആവുള്ളൂ. എന്താണ് VFX ഒക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ക്ലിക്കോ? പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഗാമി കണ്ടു. ഗാമി അത്യാവശ്യം നല്ലൊരു പടമാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഹോളിവുഡ് സിനിമ ലെവൽ സിനിമകളിൽ കാണുന്നതാണ്. ഞാൻ നമ്മുടെ ഇപ്പൊ എന്താ പറയുക, ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പോലത്തെ പടം പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഇതൊക്കെ വരുമ്പോ എങ്ങനെയാണ് പ്രേക്ഷകർ കാണുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ ഇതേപോലത്തെ പടങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ മലയാളികൾ എങ്ങനെ സ്വീകരിക്കുന്ന അറിയില്ല. ഇന്ത്യൻ സിനിമയിൽ വരുമ്പോ എങ്ങനെയാണ് വരിക എന്നറിയില്ല. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്, എൻഗേജിങ് ആണ്. ട്രെയിലർ ആകുമ്പോൾ കുറെ VFX ഉള്ള പോലെ തോന്നുന്നു. VFX കുഴപ്പമില്ല. ഇപ്പൊ ലൈനൊക്കെ ഉണ്ട്. ലൈനൊക്കെ കാണിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തില് ഹിമാലയാണ് കാണിക്കുന്നത്. ഹിമാലയ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ലൊക്കേഷൻ എടുത്ത് നമുക്ക് തോന്നും. ഓക്കെ, ശരി. എങ്ങനെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം, നല്ല സിനിമയാണ്, നല്ല മേക്കിംഗ്, നല്ലൊരു സർവൈവൽ സ്റ്റോറിയാണ്. നമുക്കത് ചില സമയങ്ങളിൽ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ അതുപോലെ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും നല്ല സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന നല്ലൊരു പടം. എന്തായാലും മലയാള സിനിമയാകുമ്പോൾ നമുക്ക് കൂടുതലും അടുത്ത എന്തായിരിക്കും ഊഹിച്ചെടുക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. എന്നാൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിങ്ങുള്ള നല്ലൊരു സിനിമ. ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു?